പൊറാട്ടയോ പുട്ടോ അപ്പോ എന്ത് തന്നെ ആകട്ടെ കേട്ടോ, അതിൻ്റെ ഒപ്പം ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ലെവലാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു കടലക്കറി കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മളിന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയുള്ള അരവ് തയ്യാറാക്കണം കേട്ടോ. അതിന് കുറച്ച് നാളികേരം ചിരകിയിട്ട് കൊടുക്കുക, പിന്നെ ഒരു 2 പച്ചമുളക് കേട്ടോ, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് അധികം ഇടുന്നുണ്ട് കേട്ടോ, പിന്നെ കുറച്ച് ജീരകവും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിയില ഇട്ടതിന് ശേഷം പിന്നെ നമുക്കൊന്ന് അടച്ചു വെച്ച് നല്ല പോലെ പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ. അടുത്തായിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാം. അതിനായിട്ട് കുക്കറിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ ഏകദേശം ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ കുക്കറിൽ തന്നെ. അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എല്ലാം കൂടി ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം കുറച്ച് നേരം ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലോട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളൊരു 2 ചെറിയ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്, അത് ചെറുതായിട്ട് അരിഞ്ഞത്. അതൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ട്. അപ്പോൾ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മളെ കടല ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേറെ പച്ചക്കടല വെച്ച് വേണമെങ്കിൽ ഇത് ചെയ്യാം കേട്ടോ. നമ്മളിവിടെ കുറച്ച് വലിയ കടലയാണ് എടുക്കുന്നത്. ഈ കടല ഇതിനോടൊപ്പം നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ. എനിക്ക് ഈ കടലയാണ് ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പച്ചക്കടല വെച്ച് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. സംഭവം എന്തായാലും എല്ലാം കൂടി മിക്സ് ചെയ്ത് അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിക്കുന്നുണ്ട്, വെള്ളത്തിൻ്റെ അളവ് കൂടരുത്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ച് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് കടലയുടെ വേവൊന്ന് എടുത്ത് നോക്കാം കേട്ടോ, കടല എങ്ങനെയായിരുന്നു. അപ്പോൾ അതേ ഇപ്പം നമ്മുടെ കടലയൊക്കെ നല്ല പോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നേരത്തെ അരച്ച് വയ്ക്കുന്ന അരവും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അടുത്തായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടി മല്ലിയില ഇറക്കുന്നുണ്ടേ. ഇനി ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് തിളയ്ക്കാൻ വിടണം കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി കടലക്കറി റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ധന്യായ ഐറ്റമാണ് കേട്ടോ. ചോറിനോടൊപ്പമോ പൊറോട്ടയോടൊപ്പമോ പുട്ടോ അപ്പോൾ എന്ത് തന്നെയായാലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മളൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ ഒരു കമൻറ്റും ചെയ്യുക.